ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെ നടന്ന തോന്നിയാസങ്ങളെ കുറിച്ച് എന്നെ കൊണ്ട് മൈക്ക് കൂടെ പറയിപ്പിക്കുന്നു. കേന്ദ്ര ഫണ്ട് കൊണ്ടുവരും. ഇത് വലിയ വാഗ്ദാനമാണ്. തിരുവനന്തപുരത്ത് ജനങ്ങൾ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം വാഗ്ദാനങ്ങളെല്ലാം BJP ഇഷ്ടം പോലെ കൊടുക്കാറുണ്ട്. 15 ലക്ഷം പേർക്ക് 15 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടന്നാൽ നിങ്ങളെല്ലാം അക്കൗണ്ട് തുടങ്ങിയേക്കണമെന്നാണ് പറഞ്ഞത്. പാവപ്പെട്ട ആളുകളെല്ലാവരും കൂടി പോയി അക്കൗണ്ട് തുടങ്ങി ഇന്ന് വരും നാളെ കിടന്ന് വർഷം എത്രയായി. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പെട്രോൾ വില ഡീസൽ പകുതിയാക്കുമെന്ന് പറഞ്ഞ് എന്തെല്ലാം സമരങ്ങളാണ് നമ്മളിവിടെ നടത്തിയത്. ഇപ്പോഴും അവർ പറഞ്ഞ റേഷനൊക്കെ ചോദിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ നഗരസഭയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. എത്ര രൂപയുടെ കൊള്ളയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പാവപ്പെട്ട ആളുകളുടെ പോക്കറ്റിൽ നിന്ന് ഈ പെട്രോൾ ഡീസൽ ഗ്യാസ്. നിങ്ങൾ ഗ്യാസ് വീട്ടിനകത്ത് എവിടെയെങ്കിലും സബ്സിഡി കിട്ടുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതുപോലുള്ള പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെ തരും. യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ മുഖം വികൃതമാണെന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് 1 രൂപ സംഭാവന കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ഇതൊരു യൂണിയൻ ഗവൺമെന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും? ഒരു ഫെഡറൽ തത്വങ്ങൾക്ക് എന്തെങ്കിലും ന്യായീകരണം നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇവിടുത്തെ സംവിധാനത്തിനകത്ത് നമുക്ക് കഴിയുന്നത്. അതുപോലെ എന്തും ചെയ്യാം. നരേന്ദ്രമോദി നേരിട്ട് വരുമെന്ന് പറഞ്ഞത്, നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? ഇവിടെ വന്ന് എത്രയോ കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു പോയിട്ടുള്ളത്. എത്രയോ പ്രാവശ്യം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും പ്രധാനമന്ത്രിയും ഒക്കെ അവിടെ പോയി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ച് ഈ സംസ്ഥാന ഗവൺമെന്റിന് അർഹമായി കിട്ടേണ്ട പണം ഈ പറയുന്നത് പോലെ തരണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പണം ഇത് ഈ പറയുന്ന പാവങ്ങളെ സഹായിക്കുന്നതിനുണ്ട്. ഞാൻ പറയട്ടെ, ലൈഫ് പദ്ധതി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കിയില്ലേ? ഭക്ഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കിയില്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തുന്നത്? വയനാട്ടില് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഈ കൊടുത്ത പൈസയുടെ കണക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് തിരിച്ച് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഈ കൊടുക്കുന്ന പൈസ വെറുതെ വഴിയാധാരത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും പൈസ കൊടുക്കില്ല. നരേന്ദ്രമോദി ഗവൺമെന്റ് പൈസ കൊടുത്തു കഴിയുമ്പോൾ ആ കൊടുക്കുന്ന പൈസ